അമ്മ ഇപ്പൊ ഇവിടെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വയസ്സുള്ള മുത്തശ്ശിയായിട്ട് അമ്മ മാത്രമേ ഉള്ളൂ. 108 വയസ്സ്. ആ അപ്പൊ ഞാൻ ഓർക്കുന്നത് എന്റെ വയസ്സിനേക്കാളും ഒക്കെ ഇരട്ടി വയസ്സ് അമ്മയ്ക്ക്. ഞങ്ങളൊക്കെ ഒരു 2-3 കൊല്ലം തട്ടിപ്പോകും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് രാവിലെ എത്തിയിരിക്കുന്നത് നമ്മുടെ കപ്പിലാമോട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വാഹനം ഓടിക്കുന്ന ബിനിച്ചേട്ടൻ്റെ വീട്ടിലാണ്. അതായത് കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രായമുള്ള ഒരാൾ ഇന്നുള്ളത് നമ്മുടെ ബിനിച്ചേട്ടൻ്റെ വല്യമ്മയാണ്. ബിനിച്ചേട്ടൻ്റെ വല്യമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് നടക്കുന്ന നമ്മുടെ ആയുർവേദ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർമാരും പഞ്ചായത്ത് ജനപ്രതിനിധികളുമെല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. ആ കാഴ്ചയിലേക്ക് നിങ്ങൾക്കേവർക്കും വളരെ സന്തോഷകരമായ ഈ നിമിഷത്തിലേക്ക് ഹാർദമായ സ്വാഗതം. റസ്ക് കഴിച്ചോ? പാല് ഒഴിച്ച് കാപ്പി കുടിച്ചു. പിന്നെ ആ രാത്രി നല്ലപോലെ ഉറങ്ങിയോ? രാത്രി ഇന്നലെ നല്ല ഉറക്കമായിരുന്നു. ആ ഇന്നത്ര ഉറക്കം വരുന്നില്ല. ആണോ? പിന്നെ എന്തേലും വയ്യാഴികയുണ്ടോ? കൈക്കോ കാലിനോ? ആണോ? നമ്മുടെ ഡോക്ടറും നേഴ്സും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് വന്നിട്ടുണ്ട്, മെമ്പർമാരുണ്ട്, ആ അമ്മച്ചിയെ കണ്ട് അമ്മച്ചിക്ക് ആവശ്യമുള്ള മരുന്നൊക്കെ തരാൻ വേണ്ടിയാ വന്നേ. ആ എന്നാ മരുന്നാ വേണ്ടേ? ആണോ? ഇപ്പൊ എത്ര വയസ്സുണ്ട്? അമ്മേ എത്ര വയസ്സുണ്ട് ഇപ്പോ? ഏതാണ്ട് ഒരു 7ന്റെ കണക്കാണ് ഇന്നലെ പറഞ്ഞു. ഞാൻ മറന്നു. 107 ആണോ? 108 ആണോ? എത്രയാണോ ഇവിടെ പറഞ്ഞു. ഞാനോട് വന്നപ്പോഴേ നമ്മുടെ പത്രത്തിനൊക്കെ വന്നു. കൊച്ചിനൊക്കെ വന്നോ? വന്നായിരുന്നു. അതെന്ത് വന്നു? ഇന്നലെ വന്നോ? അമ്മ ഇപ്പൊ ഇവിടെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വയസ്സുള്ള മുത്തശ്ശിയായിട്ട് അമ്മ മാത്രമേ ഉള്ളൂ. 108 വയസ്സ്. ആ അപ്പൊ ഞാൻ ഓർക്കുന്നത് എന്റെ വയസ്സിനേക്കാളും ഒക്കെ ഇരട്ടി വയസ്സ് അമ്മയ്ക്ക്. ഞങ്ങളൊക്കെ ഒരു 2-3 കൊല്ലം തട്ടിപ്പോകും. അമ്മയുടെ ജീവിതത്തിന്റെ ആ ഒരു ഇത്രയും നാള് ജീവിക്കുക എന്ന് പറയുന്നത് 108 വയസ്സെന്ന് പറയുന്നത് എത്ര തലമുറകളാണ്. അമ്മയുടെ ഇപ്പൊ പറയുകയാണെ എനിക്ക് തോന്നുന്നു 5 തലമുറയായിട്ടുണ്ട്. മകന്റെ മക്കള് അല്ലെ മകളുടെ മക്കള് അവരുടെ മക്കള് അതിന്റെ മക്കളൊക്കെ ആയെന്ന് തോന്നുന്നു. വിവാഹം കഴിച്ചേ കുട്ടികളൊക്കെ അങ്ങനെ ആയിട്ടില്ലേ? അമ്മച്ചിക്ക് എത്ര മക്കളാ? എനിക്ക് 4 പേര്. എല്ലാരും ഇങ്ങനെ ഓരോരോ ഇനി എത്ര പേരുണ്ട്? മക്കളായിട്ട് അമ്മയുടെ മക്കളായിട്ട് ആരുമില്ല അല്ലേ? ആരുമില്ല. അമ്മയുടെ അനീതി ഒരാളുണ്ടല്ലേ? അല്ല ഇളയ മകള് മകളുണ്ടല്ലേ? ഓ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആഹാരം എന്നതാ? അല്ല എന്തായാലും നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആഹാരം ഇപ്പൊ റസ്ക് ഒക്കെ കഴിക്കുള്ളൂ അല്ലേ? മധുരം. അമ്മയ്ക്ക് ഷുഗർ ഒന്നും ഇല്ലല്ലോ? കൊളസ്ട്രോള് ഷുഗർ ഒന്നുമില്ല. അതാ അമ്മയുടെ ഇത്രയും ആരോഗ്യത്തിന്റെ രഹസ്യം അല്ലേ? അമ്മയൊക്കെയുടെ ജീവിതമൊക്കെ പണ്ടത്തെ കാലങ്ങളിൽ ഉണ്ടോ? അമ്മയ്ക്കത് മഞ്ചുമിഠായി ഒക്കെ പ്രസിഡന്റ് മഞ്ചുമിഠായി ഒക്കെ കൊണ്ടുവന്നിരിക്കുക. മിഠായി ഒക്കെ
ഞാൻ ഒരെണ്ണം തരും. പിടിച്ചു. നമ്മുടെ വൈസ് പ്രസിഡന്റ് ഒരെണ്ണം തരും. ഒരുപാട് തിന്നുണ്ടല്ലേ? ആന്റണി മെമ്പർ ഒരെണ്ണം തന്നു. നല്ല പ്രശ്നമല്ലേ? എന്നാ ഡോക്ടർ ഇങ്ങോട്ട് നോക്കിയേ മോന്ന് കാണണ്ടേ? ആ കാണാ കേട്ടോ, സുന്ദരിയാണ്. ആ പെടും. അമ്മ എവിടെ ജനിച്ച എവിടെയാ? കുടി തന്നെയാ. ഇനി ഡോക്ടർ ഒരെണ്ണം തരും. ഡോക്ടർ ടൗൺ തന്നെയാ? ടൗൺ തന്നെ. ഓക്കെ. ആ ഇനി ഡോക്ടർ പരിചയം ഉണ്ടാകത്തില്ല. എന്നെ പരിചയം ഉണ്ടാകത്തില്ല. ഞാൻ ഇവിടുത്തെ ഡോക്ടർ ആയുർവേദത്തിലെ എന്നെ കാണാൻ വേണ്ടി വന്നായിരുന്നു കൂടെ. അമ്മയുടെ പേരെന്തായിരുന്നു? മറിയക്കുട്ടി. സ്കൂള് കൂട്ടിക്കൽ. അപ്പം സ്കൂളിലെ ആദ്യത്തെ വിദ്യാർത്ഥിയായത് 100 വർഷമാണ് സ്കൂള്. വെട്ടിക്കാട് എൽ പി സ്കൂൾ 100 വർഷമാണ്. ഇത് 100 വർഷം ആഘോഷിക്കുകയാണ്. അപ്പം വെട്ടിക്കാട് 1ാം ക്ലാസ്സുകാരിയായത് അല്ലേ? വെട്ടിക്കാട് സ്കൂളിൽ പഠിച്ചൊക്കെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. കൂടെ പഠിച്ചവരെയൊക്കെ ഓർക്കുന്നുണ്ടോ? ഒരാളുടെ പേര് പറയാൻ പറ്റുമോ? ആ ഓക്കെ. ഇപ്പൊ വെട്ടിക്കാട് സ്കൂള് ഇപ്പൊ ഈ വർഷം 100ാമത് വർഷം തുടങ്ങിയതിന്റെ 100ാമത് വാർഷിക ആഘോഷം. ഈ വർഷം തൊട്ട് ഒരു വർഷത്തെ പരിപാടിയാണ്. 100 തൊട്ട് 101 വർഷം വരെ. ഇപ്പൊ 100 വർഷമായ സ്കൂള്. ദാനിൽ സാറിനെ അറിയാം. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അറിയാം. ആ കാലത്തായിരുന്നു അല്ലേ? അന്ന് സ്കൂൾ ഇവിടെ ആയിരുന്നായിരിക്കും അല്ലേ? വെട്ടിക്കാലത്തായിരുന്നു. ഓക്കെ. ഇപ്പൊ ദാനിയൽ സാർ മരിച്ചിട്ട് 5-10-15 വർഷമായില്ലേ അല്ലേ? അപ്പൊ ദാനിയൽ സാർ ആയിരുന്നല്ലേ അമ്മച്ചിയുടെ? സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അതെ. ഓരോ പുസ്തകത്തിനും ചായ മുണ്ടും ഒക്കെ മേടിച്ചു വെച്ച് വിളിക്കും. അന്നേരം വരുമായിരുന്നു. സാറ് വരും, രാവിലെ വരും. ദാനിയൽ സാറിന്റെ മക്കളെയൊക്കെ ഓർമ്മയുണ്ടോ? ദാനിയൽ സാറിന്റെ മക്കളെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എപ്പോഴും അങ്ങനെ കിട്ടുന്നില്ല. ലീല പിന്നെ ഒരു പെണ്ണുണ്ടായിരുന്നു. ഓർമ്മശക്തി ആളെ മനസ്സിലുണ്ട് ഇപ്പോഴും. മനസ്സിലുണ്ട്. ആ പേര് പറയാൻ പറ്റുന്നില്ല. ഞങ്ങളുടെയൊക്കെ SSLC ആ ഒരു ബാച്ചിലെ ആളുകളെ ഒന്നും എനിക്ക് ഇപ്പൊ അറിയത്തില്ല. അങ്ങനെ ഒരു രീതിയല്ലേ? അപ്പൊ സൈക്കിൾ ഷോപ്പിന്റെ അവിടെ കണ്ടായിരുന്നു. എവിടെയായിരുന്നു? സൈക്കിൾ കട ഇല്ല. നമ്മുടെ വണ്ടി വിനു, നമ്മുടെ വണ്ടി കിടക്കുന്നിടത്ത് രാജ്യമോള് വന്നു. വൈകിട്ട് അപ്പൊ കിടക്കും? സമയമൊന്നുമില്ല, ഉറക്കം വരുമ്പോ കിടക്കും. രാവിലെയോ എഴുന്നേക്കുന്നപ്പോഴാ? താമസമുണ്ട് രാവിലെ. നോക്കുന്ന അമ്മയ്ക്ക് ഇവിടെ ഇതിന് അവകാശമുള്ള. ഇങ്ങോട്ട് വാ. അതെ, അമ്മയെ പരിചരണം നടത്തുന്ന ആളുകളും കൂടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഊട്ടിയിൽ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഏറ്റവും ആരോഗ്യവതിയായ ഒരമ്മച്ചിയെ കാണുന്നതിന് വേണ്ടിയാണ്. അമ്മച്ചിക്ക് 108 വയസ്സുണ്ട്. മറിയക്കുട്ടി കല്ലുങ്കത്തറയിൽ എന്നാണ് അമ്മച്ചിയുടെ പേരും വീട്ടുപേരും. ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ നോക്കുവാനോ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുവാനോ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ സമയത്ത് ആഹാരം കൊടുക്കുവാനോ ഒക്കെ മടിക്കുന്ന മക്കളുള്ള കാലഘട്ടത്തിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി 5 തലമുറയെ കാണുവാൻ ഭാഗ്യം ലഭിച്ച ഈ അമ്മച്ചി ഇത്രയും ആരോഗ്യവതിയായി ഇവിടെ ഇരിക്കുന്നത് ഈ മക്കളുടെ നല്ല പരിചരണവും നല്ല സ്നേഹവും നല്ല കരുതലും ഒന്നാണ്. ഇത് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ്. നമുക്കറിയാം, പഞ്ചായത്തിൻ്റെ സ്റ്റാഫായ ബിനു കല്ലുകത്തറയിലിൻ്റെ മുത്തശ്ശിയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്കും പഞ്ചായത്തിനും ഇത് വലിയ അഭിമാനകരമാണ്. തീർച്ചയായിട്ടും ഈ മാതൃകാപരമായി ഈ അമ്മച്ചിയെ പരിപാലിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മഴക്കാല മുന്നൊരുക്കമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് നടത്തുന്ന ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് പഞ്ചായത്തിൽ വെച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ ഒരു ആരംഭം എന്ന നിലയിൽ ഇത്രയും ബഹുമാനിയായ ആദരിക്കപ്പെടേണ്ട ഈ അമ്മച്ചിയെ ഇവിടെ വന്നു കണ്ട്
അമ്മച്ചിക്ക് ആവശ്യമായ മരുന്നുകൾ നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഡോക്ടറും നേഴ്സും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉണ്ട്, ഞങ്ങളുടെ പിന്നെ ആന്റണി മെമ്പറുണ്ട്, രാജിമോള് മെമ്പറുണ്ട്, അതുപോലെ ഈ വീട്ടിലെ എല്ലാ അംഗങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പഞ്ചായത്തിൽ തന്നെ ഏറെ അഭിമാനം തോന്നുന്നു. ഈ അമ്മച്ചിയുടെ ജീവിതം അറിയാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷത്തോടു കൂടി ഇനിയും ദീർഘകാലം ആരോഗ്യ സൗഖ്യത്തോടു കൂടി അമ്മച്ചി ഇരിക്കട്ടെ. ഈ മക്കൾക്ക് അമ്മച്ചിയുടെ പ്രാർത്ഥന ലഭ്യമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റേത് വേദനയുണ്ട്. എവിടെയാ വേദനയുണ്ടൊക്കെ? ഇവിടേക്കാണോ? നമുക്ക് മധുരം നമ്മുടെ ആളാ വിശപ്പൊക്കെ എങ്ങനെയുണ്ടോ? അമ്മയ്ക്ക് ഈ കൈക്ക് വെച്ചിരുന്നു. പക്ഷെ BP ഉണ്ട് കേട്ടോ. രാത്രി ഉറക്കമുണ്ടോ നന്നായിട്ട്? പകല് ഉറങ്ങുമോ? കൈ വെച്ചോ. പകല് ഉറങ്ങുമോ നന്നായിട്ട്? വെള്ളം കുടിക്കുന്നില്ലേ നന്നായിട്ട്? രാവിലെ ഇപ്പൊ കഴിച്ചോല്ലോ? ആ, രാവിലെയാ? ചെറുതായില്ലേ പ്രശ്നമുണ്ടോ? ഒട്ടുമില്ല. ഷുഗറില്ല. നമുക്കൊക്കെ നോക്കിയാൽ വിഷമൊന്നും ഇല്ല കേട്ടോ അമ്മച്ചി. എല്ലാം നോർമലാ ഉണ്ടോ? നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കും കേട്ടോ. ഇപ്പൊ ദേഹത്ത് വേദന എവിടെയാ ഉള്ളത് അമ്മയ്ക്ക്? ഒന്നുമില്ല. ആ, വേദനയൊക്കെ ഉണ്ടെങ്കിൽ പരട്ടാൻ ഒരു മരുന്ന് തന്നേക്കാം കേട്ടോ. ബിരിച്ചേട്ടാ, ഇത് അമ്മച്ചി കൂടെ ഇങ്ങോട്ട് വാ. വാ, കാപ്പി ചായയും വേണ്ട, വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വരുന്നതല്ലേ ഉള്ളൂ. പോയിക്കാനുള്ളത് ഇതോ മുറിയിലുണ്ട്. രണ്ടുപേരുടെ നടത്തുന്നതായി ഇവിടെ ഏറ്റവും അവകാശപ്പെട്ട ആള് തന്നെ ഇവിടെ വാ. ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുക രണ്ടുപേരും. ഈ സൈഡിൽ നിൽക്കുക. ബിരിച്ചേട്ടൻ്റെ മകളെ ഈ സൈഡിൽ നിൽക്കുക. ഇരുന്നോ? ചേർത്ത് പിടിച്ചു. അവിടെ കുറച്ച് മരുന്നുണ്ട് കേട്ടോ. നമുക്ക് വേദനകളൊക്കെ പറ്റാനുള്ളതും ചേച്ചിയുടെ മേടിച്ചു കേട്ടോ. പുകയ്ക്കാൻ പതിനെട്ടെന്ന് പറയുമ്പോൾ 42 30 വർഷം സ്വാതന്ത്ര്യ സമരം നേരിട്ട് കണ്ട ഒരമ്മച്ചിയാണ്. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് 30 വർഷം മുമ്പ് 1818 വർഷം സ്വാതന്ത്ര്യം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം ഒരുപക്ഷെ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കൂട്ടി ഇപ്പൊ ദാനിയൽ സാറിനെ കൃത്യം പറയണമെങ്കിൽ ദാനിയൽ സാർ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. കൂടെ പഠിച്ച ആളുകളുടെ ഓർമ്മ, ദാനിയൽ സാറിന്റെ മക്കളുടെ ഓർമ്മ. രാജു മെമ്പർ പറഞ്ഞ പോലെ എൻ്റെ ഫോണെ കിടപ്പുണ്ട്. എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച ആളുകളെ ഡീറ്റെയിൽ കൊണ്ട് കിടപ്പുണ്ട്. അതിനകത്ത് 4-5 പേരില്ല പോയിട്ടുണ്ട്. അതിൽ ഒരു 4-5 പേര് ആരാണെന്ന് എനിക്ക് യാതൊരു ഐഡിയ. എൻ്റെ കൂടെ അതായത് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഒരുപാട് വലിയ ക്ലാസ് ഒന്നുമില്ലായിരുന്നു. 36 പേര് പഠിച്ച ഒരു സ്കൂളിലെ 6 പേരെ ഇന്നും എൻ്റെ മനസ്സിലില്ല. അപ്പം അവിടെ ദാനിയൽ സാറിനെ ഓർക്കാൻ, കൂടെ പഠിച്ച ആളെ ഓർക്കാൻ, കൂട്ടിയ സ്കൂളിൻ്റെ ആരംഭം ഓർക്കാൻ, അത് വെട്ടിക്കാനത്താണെന്ന് ഇപ്പോഴും ഓർത്തിരിക്കാൻ എന്നൊരു ഭാഗ്യം. ഒരു സൈഡിലോട്ട് ചിന്തിക്കുവാണെങ്കിൽ
കൂട്ടിക്കലിന്റെ ചരിത്രം, ഇന്നത്തെ നമ്മൾ കൂട്ടിക്കലിന്റെ ചരിത്രം എടുക്കണമെങ്കിൽ ഞാൻ അമ്മച്ചി ഇപ്പോൾ നമുക്ക് ആരംഭിക്കുന്നത്, അമ്മച്ചി ആരംഭിക്കുന്നത് കൂട്ടിക്കലിന്റെ ചരിത്രം, ഇന്നത്തെ കൂട്ടിക്കലിന്റെ ചരിത്രം എടുക്കണമെങ്കിൽ അമ്മച്ചി ആരംഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓർമ്മയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അത് നമ്മളെ കഴിയുമെങ്കിൽ ഒന്ന് പ്രയോജനപ്പെടുത്തണമെന്ന് അഭിപ്രായം എനിക്കുണ്ട്. ചില കാര്യങ്ങൾ ചോദിക്കും, ഞാൻ ഇടയ്ക്ക് ചില കാര്യങ്ങൾ ചോദിച്ചാൽ അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ അറിയാവുന്ന ഒരു അറിയാൻ കഴിയാൻ നമ്മൾ ശ്രമിക്കുന്നത്, സത്യം ഉണ്ടാവണം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്ന് അതിനെ ശ്രമിക്കണം. തീർച്ചയായിട്ടും ഇന്നത്തെ തലമുറ ഈ അമ്മച്ചിയുടെ ആരോഗ്യം കാണുന്നതാണ്. എനിക്ക് പ്രശ്നമുണ്ട്, അപ്പോൾ ഞാൻ മരുന്ന് കഴിക്കാനുള്ള പ്രശ്നമൊന്നുമില്ല. എനിക്ക് പ്രശ്നമുണ്ട്. ഷുഗർ ഇത് ഇപ്പം സംസാരിക്കുന്ന സമയം വരെ ഇല്ല. അപ്പം അമ്മച്ചി ഇപ്പം 100% നോർമലാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും പ്രായം കൂടിയ ഒരാൾ ഈ 108-ാം വയസ്സിലും പ്രഷർ ഇല്ലാതിരിക്കുമെന്ന് പറഞ്ഞാൽ അവർ പ്രകൃതിയോടെ ഇണങ്ങി ജീവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴില്ല. ഇപ്പൊ നോക്കി ഡോക്ടർ ഞാൻ പറയുന്നത് പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചതിന്റെ ഒരു ഫലമാണ്. കാരണം പ്രകൃതിയോട് യോജിച്ച് ജീവിച്ചു. അതായത് എനിക്ക് തോന്നുന്നു തൊഴിൽ മേഖല പിന്നെ അമ്മച്ചി പ്രകൃതിയെ ചേർന്നാണ് ചെയ്തത്. ഭക്ഷണ കാര്യങ്ങൾ പ്രകൃതിയെ ചേർന്നാണ് ആയിരിക്കാം. മറ്റ് ജീവിതചര്യകളെല്ലാം പ്രകൃതിയെ ചേർന്ന് ജീവിച്ചതിന്റെ ഫലമാണ്. വരും തലമുറ ഒരു പാഠമാക്കിയാൽ അവർക്ക് കൊള്ളാം. കാരണം വരും തലമുറ എത്രമാത്രം പാഠമാക്കുമെന്നും പറയാൻ പറ്റത്തില്ല. ഏതായാലും ഈ അമ്മച്ചി ഇന്നിപ്പം കൂട്ടിൽ ജീവിച്ചിരിക്കുന്ന 108 വയസ്സെന്ന് പറയുമ്പോൾ അമ്മച്ചി ഇന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പഞ്ചായത്തിന്, പൊതുപ്രവർത്തകർക്ക്, ആരോഗ്യ പ്രവർത്തകർക്ക് നേടിയെടുക്കാനുണ്ട് കേട്ടോ. തോന്നുന്നത് കാരണം അമ്മച്ചി ജീവിച്ച ഒരു കാലഘട്ടത്തെ കുറിച്ച് നോക്കുമ്പോൾ 2018 അല്ലേ, 1918 ജനിച്ച അമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു അമ്മച്ചിയാണ്. അപ്പൊ ഇന്ന് അന്നത്തെ ഈ രാജ്യത്തെ ഭരണവും അതേ സംവിധാനങ്ങളെ കുറിച്ചും ഒക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് വളരെ വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും അമ്മച്ചി ഇനിയും ദീർഘനാൾ ജീവിച്ചിരിക്കട്ടെ. തീർച്ചയായിട്ടും നമുക്കെല്ലാം ഓർമ്മിക്കാനും സന്തോഷിക്കുവാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ് അമ്മച്ചിയുടെ ഈ ജീവിത ശൈലിയിൽ. തീർച്ചയായിട്ടും അമ്മച്ചിക്ക് മർബി സാഹിബിനെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? മർബി സാഹിബിനെ കണ്ട ഓർമ്മയുണ്ടോ? ആ, കുതിരപ്പുറത്ത് വരുന്നതാണ് കണ്ടേക്കുന്നത്. കണ്ടിട്ടില്ല. ആ ആ നമ്മുടെ രാജഭരണം ഓർമ്മയുണ്ടോ? രാജഭരണം ഓർമ്മയുണ്ടോ? അവസാനത്തെ രാജാവാരായിരുന്നു? ഓർക്കുന്നുണ്ടോ? ചിത്തിരി തിരുനാളോ? അതെ. ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ഈ അവസരത്തിൽ വീട്ടിൽ വരാൻ കഴിഞ്ഞാൽ, അമ്മച്ചിയെ കാണാനും ഇത്രയും പ്രായം ചെന്ന അമ്മച്ചിയെ പരിചയപ്പെടാനൊക്കെ പറ്റിയത്. കുട്ടിക പഞ്ചായത്തിലെ ഏറ്റവും പ്രായം ചെന്ന അമ്മച്ചിയാണെന്ന് ഇപ്പോൾ മനസ്സിലായത്. പ്രായം മാത്രമല്ല, അമ്മച്ചിക്ക് വേറെ കാര്യമായിട്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അതിനും സന്തോഷമുള്ള കാര്യം. അപ്പോൾ അമ്മച്ചി ഇനിയും ദീർഘനാൾ അസുഖത്തിലൊന്നും പോകേണ്ടി വരാതെ ആരോഗ്യത്തോടു കൂടി ഇതുപോലെ കഴിയാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ളതാണ്. ഞാൻ വന്നപ്പോൾ ചോദിച്ചേ പൊന്നാട മേടിച്ചായിരുന്നോ ചോദിച്ചു. ഞാൻ ദൃശ്യമായിട്ടാണെങ്കിലും അതിന് പൊന്നാടൻ്റെ രൂപത്തിൽ അതെ അത് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലേ? ആ, ഈ സൈഡിലെ താത്തി ഇന്ന് KRG അപ്പുറത്തെ സൈഡിൽ പോകും. അതെല്ലാം കിട്ടുന്നുണ്ട്. ഞങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. എനിക്ക് മാത്രമേ കാപ്പി ഒന്ന് നോക്കണം, പൊടിച്ചു തന്നോ കേട്ടോ. ഓരോന്നാ തട്ടിക്കും.
da da